ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ ക്വിക്കായിട്ടൊരു ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കിയെടുത്തല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഒക്കെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. ഇതുവരെയും ഉണ്ടാക്കി നോക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. കീപ്പ് ഓൺ വാച്ചിങ് ഗൈസ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ക്വിക്കായിട്ടൊരു റെസിപ്പിയാണ് ഫ്രഞ്ച് ടോസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഒക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് 2 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ ഉള്ളൂ. 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ അളവ് കൂടി പോകരുത്, ഇത്തിരി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ വനില എസൻസ് കയ്യിലില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് എസൻസും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ എസൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തേ ഉള്ളൂ. ഇനി ഞാനിവിടെ 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചപ്പാലോ അല്ലെങ്കിൽ തിളപ്പിച്ചെടുത്തിട്ടുള്ള പാലോ ഏത് പാലായാലും കുഴപ്പമില്ല. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ മുട്ടയൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തൊന്ന് ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വരണം, അത്രയേ ഉള്ളൂ. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുകയൊന്നും വേണ്ട, ഇപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഒരു തവ വെച്ച് കൊടുക്കാം. തവ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കൊരിത്തിരി നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഓയിലോ ഏതായാലും മതി. നമുക്കിതിലേക്കൊന്ന് ബ്രെഡ് ഡിപ്പ് ചെയ്ത ശേഷം 2 സൈഡൊന്ന് ഡിപ്പ് ചെയ്ത ശേഷം തവയിലേക്ക് ഇട്ട് കൊടുക്കാം. തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഒരു സൈഡ് നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് ക്രിസ്പി ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് മറ്റേ സൈഡും കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, പുറം നല്ല ക്രിസ്പിയാണ്, അകം ഭാഗം കടിക്കുമ്പോഴത്തേക്കും നല്ലൊരു സോഫ്റ്റാണ്. അപ്പോൾ നമ്മുടെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഫ്രഞ്ച് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഒരു 3-4 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. മുകളിലായിട്ട് കുറച്ച് തേൻ കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. തേൻ ചേർത്ത് കൊടുക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഇഷ്ടമായിരിക്കും. അപ്പോൾ വളരെ ക്വിക്കായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ.